ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്രോഗ്രാം ഉണ്ട്, അതിനുവേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ആദ്യം പോയത് ഗ്യാസ് ഏജൻസിയിലോട്ടാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതിൻ്റെ പേപ്പറൊക്കെ അവിടെ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വഴിക്ക് ഞാനും അമ്മിക്കൂടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഞാറയ്ക്ക വിൽക്കുന്നത് കണ്ട് അത് വാങ്ങിക്കാനായിട്ട് നിന്നേ. അപ്പോൾ ഒടുക്കത്തെ റേറ്റ് അര കിലോയ്ക്ക് 100 രൂപയാണ്. നമ്മൾ 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. നമ്മുടെ അണ്ണൻ്റെ വീട്ടിലാണെങ്കിൽ വലിയൊരു മരത്തിൽ നിറയെ കാശ് ഇങ്ങനെ വെറുതെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് കൊതി മൂത്ത് വാങ്ങിച്ചപ്പോൾ ഒടുക്കത്തെ റേറ്റ് കിട്ടിയ പാടെ അച്ഛനും മോളും കൂടെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആമയുടെ ന്യൂ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാണ് കേട്ടോ. അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കല്ലേ, അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോയതാണ്. നമ്മൾ ആദ്യം പോയ സ്കൂൾ നമുക്ക് അത്ര സെറ്റായിട്ടുണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കരിക്കുമെള്ളം കുടിക്കാനായിട്ട് കയറി കേട്ടോ. ഒടുക്കത്തെ ചൂട്, ഒടുക്കത്തെ ദാഹമാണ്, എത്ര കുടിച്ചാലും മതിയാവത്തില്ല. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ആമയ്ക്ക് ബിരിയാണി, ഞങ്ങൾക്ക് ചോറുമാണ്. അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഏട്ടൻ കൂന്തൽ ഫ്രൈ ആണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം എന്നിട്ട് ഞാനാണെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനെടുത്ത്, അപ്പം എന്നെ ഏട്ടൻ കളിയാക്കി കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ എടുത്ത് കഴിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. അതാണ് എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വിശപ്പുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്കൂളിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തായാലും അഡ്മിഷനൊക്കെ ഓക്കെ കേട്ടോ. ആമയ്ക്ക് ഇഷ്ടപ്പെട്ടു. പാർക്കുള്ള സ്കൂൾ ആമയ്ക്ക് ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജ്യൂസ് കുടിക്കാനായിട്ട് കയറി കേട്ടോ. എന്തോ ഒരു ദാഹമെന്നറിയാവോ. അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നപ്പം മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മോമോസ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്നേ, ചൂട് കാരണം ഞാൻ അവിടെ തൂക്കും തുടച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ജ്യൂസ് കിട്ടിയ പാടെ ഞാനത് കുടിച്ചു കേട്ടോ. മോമോസ് വന്ന് അങ്ങനെ അച്ഛനും മോളും കൂടെ മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.